കുട്ടികളെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണിത്. തീർച്ചയായിട്ടും ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അടുക്കുമ്പോൾ ക്വിക്ക് റെഫറൻസിന് വളരെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്കറിയാം മാറ്ററിന് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. അതിൽ ഒരു സ്റ്റേറ്റ് ആണ് ഗ്യാസ് അല്ലെങ്കിൽ വാതകം എന്ന് പറയുന്നത് അല്ലേ. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു പാത്രത്തിൽ കുറച്ച് ഗ്യാസ് എടുക്കുക. അതിൽ നിന്ന് കാണാൻ പറ്റും ഇവിടെ കുറേ മോളിക്യൂൾസിനെ കാണാൻ പറ്റും. മോളിക്യൂൾസ്, വെരി സ്മോൾ ആയിട്ടുള്ള മോളിക്യൂൾസ് കാണാൻ പറ്റും. അപ്പോൾ ഗ്യാസിൻ്റെ സവിശേഷതകളെ പറ്റി അല്ലെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കേണ്ടത് ഗ്യാസ് ഈസ് എ കളക്ഷൻ ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ്, വെരി സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ്, അതിന് പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് എന്താ പറയുക, മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതായത് കുറേ മോളിക്യൂൾസ് കൂടി ചേർന്നിട്ടാണ് ഒരു ഗ്യാസ് ഉണ്ടാവുന്നത്. ഒന്നാമത്തെ പോയിന്റ്. പിന്നെ പറയാം ഈ മോളിക്യൂളിൻ്റെ വോളിയം മീൻസ് അതിൻ്റെ സൈസ് ഒരു ഗ്യാസിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഈ പാത്രത്തിലാണ് നിങ്ങൾ ഗ്യാസ് വെക്കുന്നതെങ്കിൽ ഈ പാത്രത്തിന് എത്രയാണോ വോളിയം ഉള്ളത് അതായിരിക്കും അതിൻ്റെ വോളിയം, ആ ഗ്യാസിൻ്റെ വോളിയം. അങ്ങനെയാകുമ്പോൾ ഈ വോളിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ മോളിക്യൂൾസിൻ്റെ സൈസ് വെരി സ്മോൾ അല്ലേ. ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയാം ദി സൈസ് ഓഫ് എ സിംഗിൾ മോളിക്യൂൾ ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് ദി ഗ്യാസ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് പറയാം, ഈ മോളിക്യൂൾസിന്റെ പ്രത്യേകത എന്താ അറിയോ, ഇവന്മാർ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയല്ല, അവന്മാരിങ്ങനെ റാൻഡമായിട്ട് ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ദ മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ ആണ്. മാത്രമല്ല ഇവന്മാർ എന്ത് വെച്ചാൽ രണ്ട് മോളിക്യൂൾ തമ്മിൽ റാൻഡം മോഷൻ സംഭവിക്കും. റാൻഡം മോഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോളിക്യൂൾ തമ്മിൽ ഇടിക്കും. ദാറ്റ് ഈസ് ദേ ആർ ഇൻ റാൻഡം മോഷൻ ആണ്, കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആണ്, അവർ തമ്മിൽ കൊളൈഡ് ചെയ്യും. ഇനി ആ കൊളീഷൻ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രണ്ട് മോളിക്യൂൾസ് അടുത്തടുത്ത് വരിക കേട്ടോ, അവർ തമ്മിൽ ഇങ്ങനെ അടുത്തടുത്ത് വന്നിട്ട് ഇടിക്കുക. ഇപ്പോൾ ഈ മോളിക്യൂളിന് എനർജി ഉണ്ട്, ഒരു എനർജി 10 ആയിക്കോട്ടെ, ഇവിടെയും 10 ആയിക്കോട്ടെ, ഇയാളുടെ എനർജി 10 ആണ്. ഇവന്മാർ തമ്മിൽ ഇടിച്ചിട്ട് ദെൻ തെറിച്ചു പോകുന്നു, ഇങ്ങോട്ട് തെറിച്ചു പോകുന്നിരിക്കുക. അങ്ങനെയാകുമ്പോൾ ആദ്യം ഇടിക്കുന്നതിന് മുന്നേ 10 എനർജി ഉണ്ട്, ഇടിച്ചു കഴിഞ്ഞാലും എത്ര തന്നെ ഉണ്ടാവുക, 10 തന്നെ ഉണ്ടാവുക. എന്ന് വെച്ചാൽ അതിൻ്റെ എനർജിയിൽ വ്യത്യാസം വരുന്നില്ല. അങ്ങനെ എനർജിയിൽ വ്യത്യാസം വരാത്ത ആ കൊളീഷന് പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് എന്ത് കൊളീഷൻ എന്നാണ് പറയുക, ഇലാസ്റ്റിക് കൊളീഷൻ എന്നാണ് പറയുക. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഈ ഗ്യാസിനെ പറ്റി മനസ്സിലാക്കണം. ഈ ഗ്യാസ് മോളിക്യൂൾസ് പോയിട്ട് ഇതിൻ്റെ സർഫസ് പോയിട്ട് ഇടിക്കും, ആ പാത്രത്തിൻ്റെ സർഫസ് പോയിട്ട് ഇടിക്കും. ഇടിക്കുമ്പോൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യൂലേ. നിങ്ങൾക്കറിയാം ഫോഴ്സ് ബൈ ഏരിയക്ക് പറഞ്ഞ പേരല്ലേ പ്രഷർ എന്ന് പറയാം. അപ്പം എനിക്ക് പറയാം ഗ്യാസിൻ്റെ പ്രഷറിന് കാരണം ഇറ്റ് ഈസ് ദി കൊളീഷൻ ഓഫ് ദി മോളിക്യൂൾസ് ഓൺ ദി സർഫേസ് ഓഫ് ദി വെസൽ ആണ്. ഇത്രയും കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നോട്ട് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഗ്യാസ് ഈസ് ദി കളക്ഷൻ ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. രണ്ടാമത്തത് ദ വോളിയം ഓഫ് സിംഗിൾ മോളിക്യൂൾ ഈസ് വെരി ലെസ് കമ്പയർഡ് ടു ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ്. മൂന്നാമത്തത് ദ മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ ആൻഡ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ ബട്ട് ദ കൊളീഷൻ ഈസ് ഇലാസ്റ്റിക്. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ലോസ് ഓഫ് എനർജി. നാലാമത്തത് ദ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഈസ് ഡ്യൂ ടു കൊളീഷൻ ഓഫ് ദി മോളിക്യൂൾസ് ഓൺ ദി സർഫേസ് ഓഫ് ദി വെസൽ. ഇനി അഞ്ചാമത്തത് ദർ ഈസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. ഇതാണ് 5 പോയിന്റ്. ഇതിനെ നമ്മൾ വേറൊരു പേരിൽ അറിയപ്പെടാറുണ്ട്, ഇതിനെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്നും പറയാറുണ്ട്. അത് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിച്ചുകൊള്ളൂ. ഇനി നമ്മൾ ഗ്യാസിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള വോളിയം, ടെമ്പറേച്ചറും പ്രഷറും എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഒരു 1 ലിറ്റർ കൊള്ളിക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ ഒരു നൈട്രജൻ ഗ്യാസ് എടുക്കുക. ഇപ്പം എനിക്ക് പറയാം ഈ നൈട്രജൻ ഗ്യാസിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ വോളിയം ഈസ് ഈക്വൽ ടു 1 ലിറ്റർ. കാരണം 1 ലിറ്റർ പാത്രത്തിലാണ് അല്ലേ കുളിച്ചിരിക്കുന്നത്. ഈ നൈട്രജൻ ഗ്യാസിനെ നിങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഈ പാത്രത്തിൻ്റെ വോളിയം എത്രയാണെന്നറിയോ, 5 ലിറ്റർ ആയിക്കോട്ടെ. അങ്ങനെയാകുമ്പോൾ ഈ നൈട്രജൻ ഗ്യാസ് കംപ്ലീറ്റ് ഇതിൽ മൊത്തം ഇവിടെ നിൽക്കും അല്ലേ, നിൽക്കും. ഇവിടെ കുറച്ച് ടൈറ്റായിട്ടാണ് നിൽക്കുക, ഐ മീൻസ് അടുത്തടുത്താണ് മോളിക്യൂൾസ് നിൽക്കുക. ഇവിടെ ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് മോളിക്യൂൾസ് നിൽക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ഇപ്പം ഈ നൈട്രജൻ ഗ്യാസിൻ്റെ വോളിയം എത്ര ലിറ്ററാണ്, 5 ലിറ്ററാണ്. 1 ലിറ്റർ നൈട്രജൻ ഗ്യാസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ 5 ലിറ്റർ ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഗ്യാസിന് ഒരു ഫിക്സഡ് വോളിയം ഇല്ലല്ലോ. ഗ്യാസിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വോളിയമാണ്. ദാറ്റ് ഈസ് മറ്റൊരു തരത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്, ഇവിടെ ഒരു പിസ്റ്റണൊക്കെ ഉണ്ട്. ഇതിൽ ഞാൻ കുറച്ച് O2 ഗ്യാസ് എടുക്കുക. ഇപ്പം ഈ ഓക്സിജൻ ഗ്യാസിൻ്റെ വോളിയം എന്ന് വെച്ചാൽ ഇത്രയാണ് കേട്ടോ. ഞാൻ ഈ പിസ്റ്റണെ താഴ്ത്തുക,
താഴ്ത്തിരി ഇവിടത്തേക്ക് എത്തിക്കുക. അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ ഈ ഓക്സിജൻ ഗ്യാസിൻ്റെ വോളിയം ഇത്രയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓക്സിജൻ ഗ്യാസിൻ്റെ വോളിയം നേരത്തെയും ഇപ്പോഴും തമ്മിൽ വ്യത്യാസമില്ലേ? ദാറ്റ് മീൻസ് ഓക്സിജൻ ഗ്യാസിന് അങ്ങനെ ഒരു ഫിക്സഡ് വോളിയം ഇല്ല. അത് ഏത് പാത്രത്തിലാണോ ഉൾക്കൊള്ളുന്നത് അതിനനുസരിച്ചുള്ള വോളിയം ആയിരിക്കും ഗ്യാസിൻ്റെ ജനറലിയുള്ള വോളിയം, റൈറ്റ്? ഇനി നമുക്കറിയാം ഈ വോളിയം എക്സ്പ്രസ് ചെയ്യാൻ വ്യത്യസ്ത യൂണിറ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾ തൽക്കാലത്തേക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ വോളിയം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ലിറ്റർ. ലിറ്ററിലാണ് നമ്മൾ സാധാരണ കേസിൽ ഗ്യാസിൻ്റെ വോളിയം പറയുന്നത്. പക്ഷേ സെൻറ്റിമീറ്റർ ക്യൂബിലും മില്ലിമീറ്റർ ക്യൂബിലും മീറ്റർ ക്യൂബിലൊക്കെ പറയാവേ. പക്ഷെ നിങ്ങൾ തൽക്കാലത്തേക്ക് ഇപ്പം ലിറ്റർ പഠിച്ചാൽ മതി. ഓക്കെ, അതായത് നമ്മൾ പഠിച്ചത് ഇതാണ്: വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദി വോളിയം ഓഫ് ദി കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്യുപ്പൈസ്. ഒരു ഗ്യാസിൻ്റെ വോളിയം എന്നത് അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വോളിയമാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് പ്രഷർ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിക്കാനും ഇവിടുത്തെ ഈ ഗ്യാസ് മോളിക്യൂൾസൊക്കെ റാൻഡം മോഷനിലാണ്, കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ ഓൺ ദി സർഫേസ് ഓഫ് ദി വെസൽ. വെസലിൻ്റെ സർഫേസിലും പോയിട്ട് ഇടിക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇടിക്കുമ്പോൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യൂലേ അറ്റ് ദിസ് ഏരിയ. ഈ ഏരിയയിലാണ് ഫോഴ്സ് അപ്ലൈ ഇരിക്കുന്നത്. ഈ ഏരിയയിൽ മാത്രമല്ല, ഇവിടെയൊക്കെ വന്ന് ഇടിക്കുന്നുണ്ട്. ഈ പാത്രത്തിൻ്റെ എല്ലാ സർഫേസിലും പോയിട്ട് ഇടിക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് പറയാം പ്രഷർ ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ? ഇപ്പോൾ ജനറലി pressure of a gas is equal to force exerted on the surface divided by surface area. Surface area കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അത് ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദി സർഫസ് ഡിവൈഡ് ബൈ സർഫസ് ഏരിയ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഒരു ഗ്യാസിൻ്റെ പ്രഷർ. ഗ്യാസിൻ്റെ പ്രഷർ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് യൂണിറ്റ് ഉണ്ട്. പക്ഷേ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ATM എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ATM മീൻസ് അറ്റ്മോസ്ഫിയർ എന്നാണ് വായിക്കുക. ATM മീൻസ് അറ്റ്മോസ്ഫിയർ. അത് കൂടാതെ പാസ്കല്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തുടങ്ങിയ യൂണിറ്റുകൾ കൂടിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ മില്ലിമീറ്റർ ഓഫ് HG എന്നൊക്കെ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകൾ കൂടിയുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ തൽക്കാലത്തേക്ക് ATM ഓർത്ത് വെച്ചാൽ തന്നെ ധാരാളം. ഓക്കെ, Therefore, pressure is the force exerted per unit area ആണ്. മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ദാറ്റ് ഈസ് ടെമ്പറേച്ചർ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഈ പാത്രത്തിൽ കുറച്ച് ഗ്യാസ് എടുക്കുക. ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്യാസ് മോളിക്യൂൾസിന് എന്തുണ്ടാവും? ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. മാത്രമല്ല ഈ ഗ്യാസിന് ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും. ലെറ്റ് അതിന് ടെമ്പറേച്ചർ ഒരു 10 ആയിക്കോട്ടെ, 10 എന്ന് പറഞ്ഞ വാല്യൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കൈനറ്റിക് എനർജി കൊണ്ട് 10 ആയിരിക്കും കേട്ടോ. കാരണം ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം റാൻഡം മോഷനിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു എനർജി ഉണ്ടാവും, ചലിക്കുന്ന എനർജി, ദാറ്റ് ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി 10 ആണ്. ഒരു കാര്യം ചെയ്യുന്നു, ഇതിൻ്റെ ടെമ്പറേച്ചർ ഞാനൊന്ന് കൂട്ടുക മീൻസ് അത് ടെമ്പറേച്ചർ 20ലേക്ക് പോവുക. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ഗ്യാസ് മോളിക്യൂൾസിന് കൂടുതൽ എനർജി കിട്ടും, നല്ല ചൂട് കിട്ടും. ചൂട് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും മോഷൻ്റെ സ്പീഡ് കൂടൂലേ? സ്പീഡ് കൂടുമ്പോൾ തീർച്ചയായിട്ടും കൈനറ്റിക് എനർജി കൂടൂലേ? കൈനറ്റിക് എനർജിയും കൂടും. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എത്രയിലേക്ക് പോയിട്ടുണ്ടാവും എന്നറിയോ നിങ്ങൾ? ദാറ്റ് ഈസ് 20ലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ എനിക്ക് പറയാം ടെമ്പറേച്ചർ 10 നിന്ന് 20ലേക്ക് പോയപ്പോൾ കൈനറ്റിക് എനർജിയും 10 നിന്ന് 20ലേക്ക് പോയിട്ടുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൈനറ്റിക് എനർജിയും കൂടുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ദാറ്റ് ഈസ് ടെമ്പറേച്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഇറ്റ് ഈസ് ദി ആവറേജ് കൈനറ്റിക് എനർജി പൊസസ്ഡ് ബൈ ദി മോളിക്യൂൾസ് ഇൻ എ ഗ്യാസ്. ഒരു ഗ്യാസിലുള്ള മോളിക്യൂൾസിന് ഉള്ള കൈനറ്റിക് എനർജിയുടെ ഒരു മെഷർമെൻ്റ് ആണ് ആര്? ടെമ്പറേച്ചർ, റൈറ്റ്? ഇനി ഈ ടെമ്പറേച്ചർ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് യൂണിറ്റ് ഉണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുക ഡിഗ്രി സെൽഷ്യസും കെൽവിനും ഉപയോഗിക്കും അല്ലേ? ഡിഗ്രി സെൽഷ്യസും കെൽവിനാണ് ഉപയോഗിക്കാം. അതിൽ പിന്നെ ഫാരൻഹീറ്റും കൂടി ഉണ്ട്. അത് നിങ്ങളും ഇപ്പോൾ തൽക്കാലത്തേക്ക് പഠിക്കുന്നില്ല. അതിൽ നിങ്ങൾ കെൽവിൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ. കെൽവിൻ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡിഗ്രി സെൽഷ്യസ് കൊണ്ട് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ തെറ്റായിരിക്കും. ഇപ്പോൾ കെൽവിനാണ് SI യൂണിറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ തരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കെൽവിനാക്കി മാറ്റുക? വളരെ സിമ്പിളാണ്. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 കൊടുത്താൽ മതി. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് തരിക, അതിനെ കെൽവിനാക്കി മാറ്റണമെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു? ദാറ്റ് ഈസ് TK ഈക്വൽ ടു 100 പ്ലസ് 273. യു വിൽ ഗെറ്റ് എത്ര കിട്ടുക? 373. അതായത് 373 കെൽവിൻ ആണ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ദാറ്റ് ഈസ് 0 ഡിഗ്രി സെൽഷ്യസ് തരുന്നതെങ്കിൽ ദാറ്റ് ഈസ് TK ഈസ് ഈക്വൽ ടു 0 പ്ലസ് 273. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും? 273 കെൽവിൻ ആയിരിക്കും. ഇനി നിങ്ങൾക്ക്
25 ഡിഗ്രി സെൽഷ്യസ് തരുന്നതിരിക്കുക. പി കെ ഈക്വൽ ടു 25 പ്ലസ് 273 യു വിൽ ഗെറ്റ് 298 കെൽവിൻ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനാക്കി മാറ്റുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. Therefore, temperature is the average kinetic energy of the molecule. Temperature എന്നത് average kinetic energy ആണെന്നുള്ള കാര്യവും കൂടി നിങ്ങൾ ഓർത്തു വെക്കണേ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഗ്യാസിന്റെ വോളിയവും പ്രഷറും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള കാര്യമാണ്. ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊരു സിലിണ്ടറിൽ കുറച്ച് ഗ്യാസ് എടുക്കാം. ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട് കേട്ടോ. ആ പിസ്റ്റൺ നമുക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യിക്കാം. അങ്ങനത്തെ ഒരു പിസ്റ്റൺ. അതിൽ കുറേ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഞാൻ പറയുന്നു, ഇവിടുത്തെ മോളിക്യൂൾസിന്റെ എണ്ണം ഏകദേശം ഒരു 15ഓളം മോളിക്യൂൾസ് ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. സാങ്കല്പികമാണ് 15 മോളിക്യൂൾ എന്നിരിക്കുക. റൈറ്റ്. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്യാസിന്റെ വോളിയം മീൻസ് അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വോളിയം. അപ്പൊ ഇതാണ് ഇപ്പൊ ഈ ഗ്യാസിന്റെ വോളിയം, ഇത്രയും ഭാഗം. അതിന്റെ വോളിയം ഒരു 10 ലിറ്റർ ആയിക്കോട്ടെ. റെഡി? അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്യാസിനൊരു പ്രഷർ ഉണ്ടാവും അല്ലേ? അതിന്റെ പ്രഷർ ഒരു 1 atm ആണെന്ന് വിചാരിക്കുക. ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ ടെമ്പറേച്ചർ നിങ്ങൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. ടെമ്പറേച്ചറിന് മാറാൻ പാടില്ലേ. എന്നിട്ടൊരു കാര്യം ചെയ്യുന്നു, ഞാൻ ഈ പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് താഴ്ത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് നീങ്ങി വരും. അങ്ങനെയാകുമ്പോൾ ഇപ്പം ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ ഉണ്ടാവും. ദാറ്റ് മീൻസ് ഏകദേശം ഇത്രയും മാറിയിട്ടുണ്ടാവും. നോക്കണേ, ഇവിടെ ഇപ്പം 15 മോളിക്യൂൾസ് അല്ലേ ഉള്ളത്. ആ 15 മോളിക്യൂൾസിനെ ഞാനിവിടെ വരച്ചേക്കും. ദാറ്റ് ഇസ് 15 മോളിക്യൂൾസ് ഇവിടെ വരച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നേരത്തെ ആണെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം വളരെ ദൂരത്താണ് കിടക്കുന്നത്. ഇപ്പം അടുത്തടുത്ത് വന്നിട്ടുണ്ട്. റെഡി? ഇപ്പം നിങ്ങൾ നോക്ക്, ഇപ്പം ഇതിൻ്റെ വോളിയം നേരെ പകുതിയോളം ഞാൻ താഴ്ത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വോളിയം എത്ര ലിറ്ററിലേക്ക് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക? 5 ലിറ്ററിലേക്ക് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഗ്യാസിൻ്റെ പ്രഷർ നേരത്തെ വളരെ ഫ്രീ ആയിരുന്നു ഗ്യാസ് മോളിക്യൂൾസ്. പക്ഷേ ഇപ്പം ഗ്യാസൊക്കെ വളരെ ടൈറ്റായി മാറിയിട്ടുണ്ട്. ഈ ഗ്യാസിൻ്റെ പ്രഷർ കൂടുകയോ ചെയ്യുക, കുറയുകയോ ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഗ്യാസിൻ്റെ പ്രഷർ കൂടും. പ്രഷർ കൂടിയിട്ട് എത്രയിലേക്ക് പോകും? ഒരു 2 atm പോയി നിരിക്കുക. അതായത് വോളിയം 10 ന് 5 പോവാ. 10 ന് 5 പോവാ മീൻസ് നേരെ പകുതിയായിട്ട് കുറഞ്ഞു അല്ലേ? ആ സമയത്ത് പ്രഷർ 1 ന് 2 പോയ പ്രഷർ ഇരട്ടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്പർ ഓഫ് മോളിക്യൂൾസ് രണ്ടിടത്തിലും സെയിം ആണ്, ടെമ്പറേച്ചറും സെയിം ആണ്. അല്ലെങ്കിൽ മാസ് ഓഫ് ദി ഗ്യാസ് എന്താണ് സെയിം ആക്കി വെച്ചു, ടെമ്പറേച്ചറും സെയിം ആക്കി വെച്ചിട്ട് ഒരു ഗ്യാസിന്റെ വോളിയം നിങ്ങൾ കുറച്ചാൽ പ്രഷർ കൂടും, അല്ലെങ്കിൽ വോളിയം നിങ്ങൾ കൂട്ടിയാൽ പ്രഷർ കുറയും. ഐ മീൻസ് ഇതിനെ നിങ്ങൾ മേലോട്ടേക്ക് വലിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വോളിയം കൂടും. പക്ഷേ പ്രഷർ എത്ര തന്നെ പോവും? 2 ന് 1 ചേഞ്ച് ചെയ്യും. ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദാറ്റ് ഒരു ഗ്യാസിന്റെ വോളിയവും പ്രഷറും തമ്മിൽ എങ്ങനെ പ്രൊപ്പോർഷനലാ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി മീൻസ് വോളിയം കൂടുമ്പോൾ എന്ത് കുറയും? പ്രഷർ കുറയും. അല്ലെ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ്, ഹൂസ് നെയിം ഈസ് ദാറ്റ് ഈസ് ബോയിൽ എന്നാണ്. Therefore it is known as എന്താ പറയാ? ബോയിൽസ് ലോ എന്ന് പറയും. ഇനിയൊരു കാര്യം ചെയ്യാം, V പ്രൊപ്പോർഷണൽ ടു 1/p എന്നല്ലേ പറഞ്ഞേ? നമ്മുടെ മാത്തമാറ്റിക്സ് പറയാം, V ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റിയെ ഈക്വൽ ആക്കി മാറ്റണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാതാ മതി. അവിടെ ഒരു കോൺസ്റ്റന്റ് ദാറ്റ് ഇസ് K മീൻസ് കോൺസ്റ്റന്റ് ഇൻറ്റു 1/p ഇങ്ങനെയാക്കുക. ഇനിയൊരു കാര്യം ചെയ്യാം, ഈ പി വിനെ പിടിച്ച് ഇപ്പുറം കൊണ്ടുവരിക. പി വി ഈക്വൽ ടു എന്തെന്ന് പറയാം? എനിക്ക് K എന്ന് പറയാം. K ഈസ് വാട്ട്? കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റും. ഇതാണ് ബോയിൽസ് ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ബോയിൽസ് ലോ. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു അക്വേറിയത്തിലെ ഒരു ഗ്യാസ് ബബിൾസ് താഴത്തു നിന്നും മേലോട്ട് പോകുന്നതോറും അതിൻ്റെ വലിപ്പം കൂടുന്നു അല്ലേ? വളരെ സിമ്പിളായിട്ട് പറയാം. അങ്ങനെ അതിൻ്റെ കാരണം എന്തായിരിക്കും? ഈ അക്വേറിയത്തിൻ്റെ അകത്ത് കുറേ വെള്ളവും ഉണ്ടാവും. ഇവിടെ താഴെ ആകുമ്പോൾ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഈ വെള്ളത്തിൻ്റെ പ്രഷർ വളരെ കൂടുതലായിരിക്കും താഴത്ത്. അങ്ങനെ ആകുമ്പോൾ പ്രഷർ വളരെ കൂടുതലാണെങ്കിൽ വോളിയം എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ആ ഗ്യാസ് ബബിൾസിൻ്റെ വോളിയം വളരെ കുറവായിരിക്കും. ഈ ഗ്യാസ് ബബിൾസ് മേലോട്ട് വരുന്നതനുസരിച്ചിട്ട് പ്രഷർ കുറഞ്ഞു വരും. പ്രഷർ കുറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഗ്യാസ് ബബിൾസിൻ്റെ വോളിയം കൂടണം. ബിക്കോസ് പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയണം. എന്ത് ലോ? ബോയിൽസ് ലോ. റൈറ്റ്? According to Boyle's law, at constant temperature, the volume of a definite mass of a gas is inversely proportional to its pressure. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ഗ്യാസിന്റെ പ്രഷറും വോളിയവും തന്നിട്ടുണ്ട്, ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോളിക്യൂൾ കോൺസ്റ്റന്റ് ആണെങ്കിൽ. എന്നിട്ട് ഓരോന്നിന്റെയും
പി ഇൻറ്റു വി കാണാൻ ചോദിക്കുന്നുണ്ട്. പി ഇൻറ്റു വി അല്ലെങ്കിൽ പി ഇൻറ്റു വി, പ്രഷർ ഇൻറ്റു വോളിയം കാണാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്ക് 1 ഇൻറ്റു 8 അല്ലേ, 1 ഇൻറ്റു 8 കിട്ടുമ്പോൾ എത്ര കിട്ടുക? 8 കിട്ടുക. ഇവിടെ പ്രഷർ ഇൻറ്റു വോളിയം എത്ര തന്നെയാണ്? 8 തന്നെ. ഇവിടെ 4 ഇൻറ്റു 2 എത്ര തന്നെയാണ്? 8 തന്നെ. അങ്ങനെയാകുമ്പോൾ പി ഇൻറ്റു വി ഒരു കോൺസ്റ്റന്റ് വാല്യൂലേക്ക് ഇട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ലോയുടെ ഇംപ്ലിക്കേഷനാണ് ഇത്? ദാറ്റ് ഇസ് വിച്ച് ലോ ഈസ് റിലേറ്റഡ് ടു ദീസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ എന്ത് ലോ ആണ്? ബോയിൽസ് ലോ ആണ്. അപ്പോൾ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൻസർ അല്ലേ? ഇനി രണ്ടാമത്തെ റിലേഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ എങ്ങനെ ബന്ധിച്ചിരിക്കുന്നു. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെന്റ് പറയുന്നത്, ഞാൻ അതല്ല പറയുന്നത്, വേറൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. ഒരു കാര്യം ചെയ്യുന്നു, ഒരു പാത്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയാം? ഗ്യാസ് എടുക്കുക. അപ്പോൾ ഇത്രയും ഗ്യാസ് എടുത്തിട്ടുണ്ടേ, അതിലൊരു 15ഓളം മോളിക്യൂൾസും ഉണ്ട്. ഐ മീൻസ് അവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഞാൻ ഫിക്സഡ് ആക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാസ് ഓഫ് ദി ഗ്യാസ് ഫിക്സഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പം ഇതിനൊരു വോളിയം ഉണ്ട്, എത്ര ലിറ്ററാ? 5 ലിറ്റർ. റെഡി? ഇതിനൊരു ടെമ്പറേച്ചർ ഉണ്ട് 300 കെൽവിൻ എന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ പ്രഷർ 280 ആണെന്ന് വിചാരിക്കുക. ഞാനൊരു കാര്യം ചെയ്യുന്നു, ഇതിൻ്റെ ടെമ്പറേച്ചർ ഞാൻ ഇരട്ടിപ്പിക്കുക. ദാറ്റ് മീൻസ് 600 കെൽവിൻ ആക്കി മാറ്റുക. നിങ്ങൾക്കറിയാം, ഒരു പാത്രത്തിൽ ഗ്യാസ് എടുത്ത് അതിനെ ചൂടാക്കിയാൽ സ്വാഭാവികമായിട്ട് അവിടെ എക്സ്പ്ലോഷൻ സംഭവിക്കൂലോ. ഐ മീൻസ് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഗ്യാസ് എടുത്തിട്ട് ആ ഗ്യാസിനെ നിങ്ങൾ ചൂടാക്കിയാൽ അല്ലെ ടെമ്പറേച്ചർ കൂട്ടിയാൽ തീർച്ചയായിട്ടും ആ ഗ്യാസിൻ്റെ പ്രഷർ കൂടും. തീർച്ചയായിട്ടും ഗ്യാസിൻ്റെ പ്രഷർ കൂടും. പ്രഷർ കൂടി അവസാനം ഇത് പൊട്ടിത്തെറിച്ചു പോയി. ആ പ്രഷർ കൂടുന്നതും പൊട്ടിത്തെറിക്കലും ഒഴിവാക്കണമെങ്കിൽ നമുക്കൊരു വഴിയുണ്ട്. എന്താ വഴി എന്നറിയാം? ഈ പിസ്റ്റണെ മേലെല്ലാം അങ്ങോട്ട് മേലോട്ട് പൊക്കുക. ഈ പിസ്റ്റൺ ഇങ്ങോട്ട് നീങ്ങി വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് ഈ ഗ്യാസിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയായിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് ആ പൊട്ടിത്തെറിക്കൽ ഒഴിവാക്കാൻ പറ്റും. അതായത് പ്രഷറിലുണ്ടായിരിക്കുന്ന ആ ഇൻക്രീസിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പം ഈ ഗ്യാസിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കണേ. 300 എത്രയിലേക്ക് പോയിട്ടുണ്ട്? 600 പോയിട്ടുണ്ട് അല്ലേ? അപ്പം ടെമ്പറേച്ചർ എത്രയായിട്ട് മാറി? 600 കെൽവിനായിട്ട് മാറിയിട്ടുണ്ട്. റെഡി? വോളിയം എത്ര ലിറ്റർ ആയിരുന്നു? ആദ്യം 5 ലിറ്റർ. പക്ഷേ ഈ പിസ്റ്റൺ മേലോട്ട് നീങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ വോളിയം ചേഞ്ച് ചെയ്ത് എത്ര ലിറ്ററിലേക്ക് പോയി? 10 ലിറ്ററിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ പ്രഷർ കൂടാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല. പ്രഷർ കൂടാതിരിക്കാനുള്ള വഴി ഇതാണ്, പിസ്റ്റണ് പൊക്കി. പ്രഷർ എത്ര തന്നെയാണ്? 280 m തന്നെയായിരിക്കും. ഇപ്പം നിങ്ങൾ നോക്ക്, പ്രഷറിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. എമൗണ്ട് ഓഫ് ഗ്യാസ് നമ്മൾ മാറിയിട്ടില്ല. ഐ മീൻസ് ഇവിടെ 15 മോളിക്കൂൾ ഉള്ളെങ്കിൽ ഇവിടെ എത്ര മോളിക്യൂൾസ് തന്നെയാണ്? 15 മോളിക്യൂൾസ് തന്നെയാണ് ഉണ്ടാവുക. ഐ മീൻസ് എമൗണ്ട് ഓഫ് ഗ്യാസിന് മാറ്റമില്ല. ഞാൻ ഒരു കാര്യം ചെയ്തു, ടെമ്പറേച്ചർ 300 600 പോയപ്പോൾ, അതായത് ടെമ്പറേച്ചർ ഇരട്ടിച്ചപ്പോൾ 5 ലിറ്ററിന് 10 ലിറ്ററിലേക്ക് വോളിയം പോയിട്ടുണ്ട്. അതായത് പ്രഷർ കോൺസ്റ്റന്റ്, എമൗണ്ട് ഓഫ് ഗ്യാസും കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയവും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം എനിക്ക് പറഞ്ഞൂടെ, ദാറ്റ് ഈസ് വി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. എന്ത് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട്? പ്രഷറും അവിടുത്തെ മാസ് ഓഫ് ഗ്യാസും കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു. ഈ ലോസിന് പറയുന്ന പേരാണ് രണ്ടാമത്തെ ലോ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വി കോൾ ഇറ്റ് ആസ് എന്ത് ലോ എന്നാ പറയാ? ചാൾസ് ലോ എന്നാ പറയാ. അല്ല എനിക്ക് പറയാം വി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ടി. മീൻസ് പ്രൊപ്പോർഷണാലിറ്റി ഈക്വൽ ആക്കി മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊടുക്കണം, കെ ഇൻറ്റു ടി. അല്ല എനിക്ക് പറയാം വി ബൈ ടി ഈസ് ഈക്വൽ ടു കെ ഈസ് ദി റിലേഷൻ ഫോർ ചാൾസ് ലോ. യു ഗെറ്റ് മൈ ഐഡിയ? According to Charles' law, at constant pressure, the volume of definite mass of gas is directly proportional to temperature in Kelvin scale. That is, V proportional to T എന്ന് പറയാം, V equal to KT എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ V by T equal to എന്തെന്ന് പറയാം? K എന്ന് പറയാം, അല്ലെ V by T is a constant എന്ന് പറയാം. ഇതാണ് നമ്മുടെ ചാൾസ് ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോ ആണ്. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള കാര്യമാണ്. ഒരു കാര്യം ചെയ്യാം, ഈ പാത്രത്തിൽ ഞാൻ കുറച്ച് ഗ്യാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ടേക്ക് എ ഗ്യാസ്, റൈറ്റ്? എനിക്ക് ഈ ഗ്യാസിൻ്റെ ഈ ഗ്യാസിൻ്റെ വോളിയം എന്ത് ചെയ്യണം? ഒന്ന് ഡബിൾ ചെയ്യണം നേരിക്കാം. നിങ്ങൾക്കറിയാം വോളിയം ഇൻക്രീസ് ചെയ്യാൻ 2 വഴിയുണ്ട്. ഒന്ന് ടെമ്പറേച്ചർ കൂട്ടുക. നിങ്ങൾക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പം വോളിയം കൂടും അക്കോർഡിംഗ് ടു ചാൾസ് ലോ. അല്ല, മറ്റൊരു വഴി ഇതാണ്, പ്രഷർ കുറക്കുക. പ്രഷർ കുറക്കുമ്പോൾ വോളിയം കൂടും അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, കണ്ടീഷൻ ഉണ്ട്. ഇവിടുത്തെ
പ്രഷറും ടെമ്പറേച്ചറും നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആക്കി വെക്കണം. എന്നിട്ട് അവിടുത്തെ വോളിയം നിങ്ങൾ ഇൻക്രീസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ വഴി? ഒരു വഴി ഇത്രയേ ഉള്ളൂ. പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഇവിടുത്തെ ഈ ഗ്യാസിന്റെ വോളിയം കൂട്ടണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇതിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് കുറച്ചും കൂടിയും കൂടുതലായിട്ട് ഗ്യാസ് ഇതിലേക്ക് ഇഞ്ചക്ട് ചെയ്യാം. അല്ല, കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ഇതിലേക്ക് ഇഞ്ചക്ട് ചെയ്യാം. അങ്ങനെയാകുമ്പം വാട്ട് വിൽ ഹാപ്പൻ ദാറ്റ്, ഫോർ എക്സാമ്പിൾ, ആദ്യം ഇവിടുത്തെ ഗ്യാസിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എക്സ് ആണെന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ ആദ്യം ഇതിന്റെ വോളിയം 1 ലിറ്റർ ആണെന്ന് വിചാരിക്കുക. പ്രഷറും ടെമ്പറേച്ചറും ഞാൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുണ്ടേ. ഞാൻ ഇതിലേക്ക് ഒരു എക്സ് നമ്പറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ഇവിടുത്തെ മോളിക്യൂൾസിന്റെ എണ്ണം ഇപ്പം 2x ആയിട്ടുണ്ടാവും. ഓൾറെഡി എക്സ് ഉണ്ട്, അതിലേക്ക് ഒരു എക്സ് എക്സ്ട്രാ കൂടി ചേർക്കുമ്പോൾ യു വിൽ ഗെറ്റ് 2x നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അതിന്റെ വോളിയം ആദ്യം 1 ലിറ്റർ ആയിരുന്നില്ലേ, ഇത് എത്രയായിട്ട് മാറും? 2 ലിറ്റർ ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഇവിടുത്തെ ഗ്യാസിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ വോളിയം കൂടുന്നുണ്ട്. അപ്പൊ എനിക്ക് പറഞ്ഞൂടെ, ദാറ്റ് ഈസ് V പ്രൊപ്പോർഷണൽ ടു N ആയിരിക്കും അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഐ മീൻസ് വോളിയം ഓഫ് ഗ്യാസും നമ്പർ ഓഫ് മോളിക്യൂൾസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതും ഒരു ലോ തന്നെയാ. ഈ ലോന്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ് എന്ത് ലോ എന്നാ പറയാ? അവഗാഡ്രോസ് ലോ എന്നാണ് പറയാ. ഓക്കെ. Therefore, according to Avogadro's law, at constant temperature and pressure, the volume of a gas is directly proportional to the number of molecules. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലത്തെ ഒരു ചോദ്യമാണ് ഇത്. അതായത് ഈ കോളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദ്യമുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വോളിയവും നമ്പർ ഓഫ് മോളിക്യൂളും തമ്മിലുള്ള ബന്ധം അവഗാഡ്രോസ് ലോ ആണ്. V പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ N പ്രൊവൈഡഡ് ദാറ്റ് ടെമ്പറേച്ചറും പ്രഷറും എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ദിസ് ലോ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് നാച്ചർ ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ. അതായത് 10 ലിറ്റർ A എന്ന് പറയുന്ന ഗ്യാസിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എക്സ് ആണെങ്കിൽ 10 ലിറ്റർ ബി എന്ന് പറയുന്ന ഗ്യാസിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസും എത്ര തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. 10 ലിറ്റർ സിക്കോ എഗെയിൻ ആര് തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ 20 ലിറ്റർ എയുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തിനായിരിക്കും? ഇപ്പം 10 ലിറ്ററിന് എക്സ് അല്ലേ. അങ്ങനെയാകുമ്പോൾ വോളിയം നമ്മൾ ഇരട്ടിച്ചിട്ടുണ്ട്. അപ്പം ദർഫോർ നിങ്ങൾക്കറിയാം V പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ N. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസ് 2x ആയിരിക്കും. ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ 30 ലിറ്റർ സിയുടെയോ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 3x ആയിരിക്കും. കാരണം 30 ലിറ്റർ സി 3x ആയിരിക്കും. അതുപോലെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്ക്, നൈട്രജൻ ഗ്യാസ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അമോണിയ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. എല്ലാത്തിൻ്റെയും പ്രഷറും ടെമ്പറേച്ചറും എന്തുമാണ്? സെയിം ആണ്. അപ്പം 10 ലിറ്ററിൻ്റെത് എക്സ് ആണെങ്കിൽ 5 ലിറ്ററിൻ്റെ എത്ര ആയിരിക്കടോ? ഡെഫിനറ്റ്ലി ഹാഫ് എക്സ് ആയിരിക്കും. അതായത് എക്സിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. 10 ലിറ്റർ അമോണിയ ആകുമ്പോൾ ഡെഫിനറ്റ്ലി ആര് തന്നെ? എക്സ് തന്നെ ആയിരിക്കും. 2xന്റെ കേസ് ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു എത്ര ലിറ്റർ ആയിരിക്കും? 20 ലിറ്റർ ആയിരിക്കും. ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അറ്റോമിക് മാസ്, റിലേറ്റീവ് അറ്റോമിക് മാസ്. വെരി സിമ്പിളാണ് കാര്യം. നിങ്ങളൊരു കാര്യം ചെയ്യാം, ഒരു ഓക്സിജൻ ആറ്റം എടുക്കുക. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ഓക്സിജൻ ആറ്റത്തിനെ എടുക്കാനും അതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള വഴിയുണ്ട്. അതിൻ്റെ വെയിറ്റ്, ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ വെയിറ്റ് ആണ്, ദാറ്റ് ഇസ് 26.87, ഏകദേശം അത്രയാണ്, 10⁻⁻27 കിലോഗ്രാം ആണ് ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ വെയിറ്റ്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ വെയിറ്റ് 1.67 × 10⁻⁻27 കിലോഗ്രാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, മാഷി പറയുന്ന വാല്യൂസ് ഒന്നും നമ്മൾ എവിടെയും കേട്ടിട്ടില്ലല്ലോ എന്നുള്ള കാര്യം. അപ്പം ആ മാസ്, ഐ മീൻസ് ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ്, ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ മാസിന് പറയുന്ന പേരാണ് ആബ്സല്യൂട്ട് അറ്റോമിക് മാസ് എന്നാണ് പറയുക. ആബ്സല്യൂട്ട് അറ്റോമിക് മാസ്. അതേപോലെ തന്നെ എനിക്ക് നൈട്രജൻ ആറ്റത്തിന്റെ മാസ് 23.38 × 10⁻⁻27 കിലോഗ്രാം ആട്ടോ ഒരു നൈട്രജൻ ആറ്റത്തിന്റെ മാസ്. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള വാല്യൂസ് അല്ലേ, ഒരു ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഒക്കെയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കെമിസ്ട്രിയിൽ സാധാരണ കേസിൽ ഈ പറഞ്ഞ ഈ ആബ്സല്യൂട്ട് അറ്റോമിക് മാസുകൾ നമ്മൾ ഉപയോഗിക്കാറില്ല.
പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്ന ഒരു ടേംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്, ഓക്സിജന്റേത് 16 ആണ്, നൈട്രജന്റേത് 14 ആണ്, എക്സെട്ര നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ അറ്റോമിക് മാസ് ഒക്കെ ദാറ്റ് ഇസ് നോട്ട് ആബ്സല്യൂട്ട് അറ്റോമിക് മാസ് അല്ല, ഇറ്റ് ഈസ് എ റിലേറ്റീവ് അറ്റോമിക് മാസ് ആണ്. എന്താണ് ഈ റിലേറ്റീവ് അറ്റോമിക് മാസ്? നിങ്ങൾക്കറിയാം, ഒരു റിലേറ്റീവ് എന്ന വാക്കിന്റെ അർത്ഥം ആപേക്ഷികം എന്നാണ്. വേറെ ഒരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ നമ്മൾ പറയാം റിലേറ്റീവ് എന്ന് പറയും, അല്ലെ? ആപേക്ഷികം. നമ്മൾ എങ്ങനെയാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത്? വളരെ സിമ്പിൾ ആണ് കാര്യം. നിങ്ങളൊരു കാർബൺ 12 ആറ്റം എടുക്കുക, ഒരു കാർബൺ ആറ്റം എടുക്കുക, ഒരു കാർബൺ ആറ്റം എടുക്കുക കേട്ടോ, ഒരു കാർബൺ ആറ്റം എടുക്കുക. റെഡി? അതിനെ നിങ്ങൾ 12 കഷ്ണാക്കുക. അതിൽ ഒരു പീസ് മാത്രം എടുക്കുക, ഒരു പീസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു പീസിനെ നമുക്കൊരു കാര്യം പറയാം, ഒരു യൂണിറ്റ് എന്നാ പറയാം, ഒരു യൂണിറ്റ്. അപ്പൊ ആക്ച്വലി ഈ പീസ് എന്ന് പറഞ്ഞാൽ 1/12 ഓഫ് കാർബൺ ആറ്റമാണ്. അതായത് ഒരു കാർബൺ ആറ്റത്തിന്റെ 1/12 ഭാഗമല്ലടോ ഈ പീസ്. ഇതാണ് ഒരു യൂണിറ്റ്. അതാണ് അവിടുത്തെ സ്റ്റാൻഡേർഡ്. മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ പറയാം നിങ്ങളോട്, ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. റെഡി? എന്നിട്ട് ഒരു കാര്യം ചെയ്യുന്നു. അതിന്റെ അർത്ഥം നിങ്ങളൊരു ത്രാസില് ഒരു ഓക്സിജൻ ആറ്റത്തിനെയും വെക്കുക. റെഡി? ഇങ്ങനത്തെ 16 പീസും വെക്കുക, 16 കഷ്ണം ഇവിടെ വെക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഭാരവും ഈക്വൽ ആയിരിക്കും. അപ്പൊ എനിക്ക് പറയാം ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 മീൻസ് ഓക്സിജൻ ഈസ് 16 ടൈംസ്, 16 ടൈംസ് മീൻസ് ഇരട്ടി, 16 ടൈംസ് ഹെവിയർ ദേൻ ആരേക്കാടോ 1/12 ഓഫ് എ കാർബൺ ആറ്റം. ഒരു കാർബൺ ആറ്റത്തിന്റെ 1/12 ഭാഗം എന്ന് പറയുന്ന ആ പീസിനേക്കാൾ 16 ഇരട്ടി ഹെവിയർ ആണ് ഓക്സിജൻ ആറ്റം എന്നാണ് ഓക്സിജന്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് ആയിട്ടുള്ള 16നെ സൂചിപ്പിക്കുന്നത്. റെഡി? അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജന്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് 1 ആണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുക, നിങ്ങൾ ഒരു ഹൈഡ്രജൻ ആറ്റം എടുക്കുക, ഒരു ത്രാസിൽ വെക്കുക. അതേ ഭാരമുള്ള ഇങ്ങനത്തെ എത്ര പീസ് വെക്കണം എന്നറിയാം? ഒരു പീസ് വെച്ചാൽ മതി. കാരണം 1 ടൈംസ് ഹയർ. അങ്ങനെയാകുമ്പോ ഒരു ഹൈഡ്രജൻ ആറ്റം ഈസ് ഈക്വൽ ടു ഇങ്ങനത്തെ ഒരു പീസിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നൈട്രജൻ്റെത് 14 അല്ലേ? അതിന്റെ അർത്ഥം എന്തെന്നാ? ഒരു നൈട്രജൻ ആറ്റത്തിന്റെ വെയിറ്റ് ഇങ്ങനത്തെ എത്ര പീസിന്റെ വെയിറ്റാ? 14 പീസിന്റെ വെയിറ്റ് ആയിരിക്കും. സോഡിയത്തിന്റെ ആറ്റോമിക് മാസ് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 23 അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു സോഡിയം ആറ്റത്തിന്റെ വെയിറ്റ് ഇങ്ങനത്തെ 23 പീസ് വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാം അറ്റോമിക് മാസ്. റെഡി? വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പറയുന്നു കാർബണിന്റെ അറ്റോമിക് മാസ് 12 നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നൈട്രജന്റെ 14, ഓക്സിജന്റെ 16 ഒക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാം. ഹൈഡ്രജന്റെ എത്രയാണ്? 1 എന്നൊക്കെ അറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരാൾ കാര്യം ചെയ്യാം, 12 ഗ്രാം കാർബൺ എടുക്കുക, 12 ഗ്രാം കാർബൺ തൂക്കിയെടുക്കുക. റെഡി? അതേപോലെ 14 ഗ്രാം നൈട്രജനെ തൂക്കിയെടുക്കുക, 16 ഗ്രാം ഓക്സിജൻ എടുക്കുക. അതേപോലെ തന്നെ 1 ഗ്രാം എന്തെടുക്കുക? ഹൈഡ്രജനും എടുക്കുക. എനിക്ക് പറയാം 12 ഗ്രാം കാർബണിനെ ഒരു GaM കാർബൺ എന്നാണ് പറയാം. ഒരു GaM കാർബൺ, 1 GaM കാർബൺ, ദാറ്റ് ഇസ് ഗ്രാം അറ്റോമിക് മാസ് കാർബൺ. അതായത് അറ്റോമിക് മാസിന് തുല്യമായ വസ്തു ഗ്രാമിൽ എടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ഒരു GaM എന്ന് പറയാം. 14 ഗ്രാം നൈട്രജന്റെ അറ്റോമിക് മാസ് 14 അല്ലടോ? ദാറ്റ് അറ്റോമിക് മാസ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. അപ്പൊ എനിക്ക് പറയാം
ഇത് ഒരു GAM ആരാണ്? നൈട്രജൻ ആണ്. റെഡി? ഇത് 16 ഗ്രാം. ഒരു GAM ആരാണ്? ദാറ്റ് ഈസ് ഓക്സിജൻ ആണ്. 16 ഗ്രാം. ഒരു GAM എന്തെന്ന് പറയാം? ദാറ്റ് ഈസ് ഹൈഡ്രജൻ ആണ് കേട്ടോ. പുഞ്ചിക്കട്ടെ, ഒരു GAM കാർബണിന്റെയും ഒരു GAM നൈട്രജന്റെയും ഒരു GAM ഓക്സിജന്റെയും ഒക്കെ വെയിറ്റ് ഒരുപോലെയാണോ? അല്ലല്ലോ. ഒരു GAM കാർബണിന്റെ വെയിറ്റ് 12 ഗ്രാം ആണ്. കാരണം അതിന്റെ അറ്റോമിക് മാസ് 12 ആയതുകൊണ്ടാണ്. ഒരു GAM നൈട്രജൻ്റെത് 14, ഒരു GAM ഓക്സിജൻ്റെ 16, ഒരു GAM ഹൈഡ്രജൻ്റെ 1 ഗ്രാം. റൈറ്റ്? അങ്ങനെ ഒരാളൊരു കാര്യം ചെയ്യുന്നു. 28 ഗ്രാം നൈട്രജൻ എടുക്കുക. എത്ര GAM ആയിരിക്കും? 2 GAM അല്ലേ? നിങ്ങൾക്കറിയാം ഒരു GAM 14 ഗ്രാമാ. അപ്പൊ 28 ഗ്രാം എത്ര GAM? ദാറ്റ് ഈസ് 2 GAM-ന് ഈക്വൽ ആയിരിക്കും. റൈറ്റ്? അതേപോലെ ചോദിക്കട്ടെ, ദാറ്റ് ഈസ് ഒരു 23 ഗ്രാം സോഡിയം എന്നിരിക്കുക. സോഡിയം 23 ഗ്രാം സോഡിയം. സോഡിയത്തിന്റെ അറ്റോമിക് മാസ് 23, മനസ്സിലാക്കിക്കോളെ. അങ്ങനെയാകുമ്പോൾ 23 ഗ്രാം സോഡിയത്തിനെ ഒരു GAM സോഡിയം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 46 ഗ്രാം സോഡിയം ആണെങ്കിൽ എത്ര GAM ആയിരിക്കും? ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് 2 GAM ആയിരിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു GAM 12 ഗ്രാം കാർബൺ ആറ്റം നമ്മൾ ഒരു പാത്രത്തിൽ തൂക്കിയെടുത്തു. നിങ്ങൾ അതിലുള്ള ആറ്റങ്ങളെ നമ്മളൊന്ന് എണ്ണി നോക്കി നോക്കുക. എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ 6.02 × 10⁻23 കാർബൺ ആറ്റംസ് ഉണ്ടാവും. ഒരു GAM കാർബണിൻ്റെ അകത്ത്, അല്ലെങ്കിൽ 12 ഗ്രാം കാർബണിൽ ഇത്രയും ആറ്റംസ് ഉണ്ടാവും. റൈറ്റ്? അതേപോലെ തന്നെ 1 GAM നൈട്രജൻ എടുത്ത് നോക്കുക. അവിടെയും 6.02 × 10⁻23 നൈട്രജൻ ആറ്റം ഉണ്ടാവും. ഒരു GAM ഓക്സിജൻ ആകുമ്പോൾ അത് തന്നെ, ഒരു GAM ഹൈഡ്രജൻ ആകുമ്പോൾ അത് തന്നെ. അങ്ങനെയാണെങ്കിൽ ഒരു GAM ഏതൊരു വസ്തുവിലും അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം സെയിമാ. ജസ്റ്റ് ലൈക്ക് ദ സെയിം. ഇങ്ങനെ പറയാൻ പോലെ, നിങ്ങൾ ഒരു ഡസൻ മാങ്ങ വാങ്ങിക്കുക, ഒരു ഡസൻ ചക്ക വാങ്ങിക്കുക, ഒരു ഡസന് ഗ്രേപ്പ് അല്ലെങ്കിൽ ഒരു ഡസന് ആപ്പിൾ വാങ്ങിക്കുക. എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ഒരു ഡസൻ ചക്കയിൽ 12 ചക്ക, ഒരു ഡസൻ മാങ്ങയിൽ 12 മാങ്ങ, ഒരു ഡസൻ ആപ്പിളിൽ 12 മാങ്ങ. പക്ഷേ ഒരു ഡസൻ ചക്കയുടെയും ഒരു ഡസൻ മാങ്ങയുടെയും ഒരു ഡസൻ ആപ്പിളിൻ്റെയും വെയിറ്റ് ഈക്വൽ ആണോ? അല്ല. അത് തന്നെയാണോ ഈ കാര്യം? ഒരു GAM കാർബണിൽ ഇത്ര കാർബൺ ആറ്റംസ്, ഒരു GAM നൈട്രജനിൽ ഇത്ര നൈട്രജൻ ആറ്റംസ്, ഒരു GAM ഓക്സിജനിൽ ഇത്ര ഓക്സിജൻ ആറ്റം, ഒരു GAM ഹൈഡ്രജനിൽ ഇത്ര ഹൈഡ്രജൻ ആറ്റം. പക്ഷേ ഒരു GAM കാർബണിന്റെ വെയിറ്റ് 12 ഗ്രാമാ, ഒരു GAM നൈട്രജൻ 14 ഗ്രാമാ, ഇത് 16 ഗ്രാമാ, ഇത് 1 ഗ്രാമാ. വെയിറ്റ് ഒരുപോലെയല്ല. ഒരു ഡസൻ ചക്കയുടെയും ഒരു ഡസൻ മാങ്ങയുടെയും ഒരു ഡസൻ ആപ്പിളിൻ്റെയും വെയിറ്റ് ഒരുപോലെയല്ല. പക്ഷെ ഒരു ഡസൻ ചക്കയിലും ഒരു ഡസൻ മാങ്ങയിലും ഒരു ഡസൻ ആപ്പിളിലും അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആപ്പിൾസ്, ചക്ക ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന മാങ്ങ സെയിം ആണ്. ഗെറ്റ് മൈ പോയിന്റ്? ഇനി ഈ നമ്പർ അല്ലേ, ആ നമ്പർ എന്ന് പറയുന്ന പേരാണ്, ഒരു സയന്റിസ്റ്റിന്റെ പേരിൽ ആ നമ്പർ അറിയപ്പെടും കേട്ടോ. ദാറ്റ് ഈസ് അവഗാഡ്രോ നമ്പർ എന്നാണ് പറയാം. അവഗാഡ്രോ നമ്പർ എന്ന് പറയും. അവഗാഡ്രോ നമ്പർ 6.02 × 10⁻23 പറഞ്ഞ പേരാണ് അവഗാഡ്രോ നമ്പർ. മനസ്സിലാക്കി വെക്കുക. കൂടുതൽ കഴിഞ്ഞൂടെ, 12 ചക്ക, 12 മാങ്ങ, 12 ആപ്പിൾ. നിങ്ങൾ പറഞ്ഞ എങ്ങനെയാ? ഒരു ഡസൻ ചക്ക, ഒരു ഡസൻ മാങ്ങ, ഒരു ഡസൻ ആപ്പിൾ. 12ന് പകരം നിങ്ങൾ ഡസൻ എന്ന് പറഞ്ഞില്ലേ? അതുപോലെ കേട്ടോളെ, നിങ്ങൾ ഈ നമ്പറിനെ നമ്മളൊരു കാര്യം ചെയ്യുന്നു, കെമിസ്ട്രിയിൽ ഒരു പേര് പറയുന്നു. ആ നമ്പറിനെ അവഗാഡ്രോ നമ്പർ എന്ന് പറയും. കൂടാതെ ഒരു പുതിയൊരു ടേം പറയാ, ദാറ്റ് ഇസ് വി കോൾ ഇറ്റ് ആസ് മോൾ എന്നാണ് പറയാ. മോൾ എന്നാണ് പറയാ. അങ്ങനെയാണെങ്കിൽ ഇത് 1 മോൾ കാർബണ, 1 മോൾ നൈട്രജന, 1 മോൾ ഓക്സിജന. ഐ മീൻസ് ഈ നമ്പറിന് തുല്യമായ വസ്തുവിനെ നമുക്ക് 1 മോൾ എന്ന് പറയാം. ഓക്കെ,
അപ്പോൾ 1 മോൾ കാർബൺ എന്ന് പറഞ്ഞാൽ 12 ഗ്രാം, അതായത് 1 GaM കാർബൺ ആയിരിക്കണം, 12 ഗ്രാം കാർബൺ ആയിരിക്കണം. 1 മോൾ നൈട്രജൻ എന്ന് വെച്ചാൽ 1 GaM നൈട്രജൻ ആണ്, 14 ഗ്രാം നൈട്രജൻ ആണ്. ഞാൻ കുറച്ച് പ്രോബ്ലംസ് പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലായിക്കോളും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോളിക്കുലർ മാസ് ആൻഡ് ഗ്രാം മോളിക്കുലർ മാസ്. നേരത്തെ ഗ്രാം അറ്റോമിക് മാസ് ആൻഡ് ഗ്രാം അറ്റോമിക് മാസ് നേരത്തെ പറഞ്ഞു. മോളിക്കുലർ മാസ് ആൻഡ് ഗ്രാം മോളിക്കുലർ മാസ്. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ H2 നേരത്തെ H എന്നാണ് പറഞ്ഞത്, ഇപ്പൊ H2. കുട്ടികളെ ചോദിക്കട്ടെ, H2 ഉണ്ടായിരിക്കുന്നത് 2 ഹൈഡ്രജൻ ആറ്റം കൂടി ചേർന്നിട്ടാ. അങ്ങനെയാകുമ്പോൾ H2 എന്ന് പറഞ്ഞ സാധനം ആറ്റമാണോ മോളിക്കൂളാണോ? മോളിക്കൂൾ അല്ലേ. അപ്പൊ മോളിക്കൂളിന്റെ മാസിനാ പറയാ മോളിക്കുലർ മാസ്. പക്ഷേ ഈ മോളിക്കൂൾ ഉണ്ടായിരിക്കുന്നത് ഈ ഹൈഡ്രജൻ ആറ്റവും കൂടി ചേർന്നിട്ടുള്ള 2 ഹൈഡ്രജൻ ആറ്റം കൂടി ചേർന്നിട്ടാ. അങ്ങനെയാണെങ്കിൽ ഈ H2 ന്റെ വെയിറ്റ് മോളിക്കുലർ മാസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇത് പ്ലസ് ഇത് കൂട്ടിയാൽ മതി. ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്ന മാസ് ആയിരിക്കും H2 മാസ്. റെഡി? ഇനി ചോദിക്കട്ടെ, H2O മാസ് ചോദിക്കുകയാണെങ്കിൽ H2O മാസ് അത് ആറ്റമാണോ മോളിക്കൂളാണോ? മോളിക്കൂളാണല്ലോ. H2O മാസ് 2 ഹൈഡ്രജന്റെ മാസ് പ്ലസ്, കാരണം ഒരു ഹൈഡ്രജന് അറ്റോമിക് മാസ് 1 ആയിരുന്നു, അങ്ങനത്തെ 2 ഹൈഡ്രജന്റെ മാസ് പ്ലസ് ഓക്സിജന്റെ 16 കൂട്ടിയാൽ കിട്ടുന്ന 18 H2O മോളിക്കുലർ മാസ്. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ N2 ആറ്റമാണോ മോളിക്കൂളാണോ? മോളിക്കൂളാ. N2 ഉണ്ടായിരിക്കുന്ന 2 നൈട്രജൻ കൂടി ചേർന്നിട്ടാ. ഒരു നൈട്രജന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 14. അപ്പൊ 2 കൊണ്ട് ഗുണിക്കുക, യു വിൽ ഗെറ്റ് 28 ആണ് N2 മോളിക്കുലർ മാസ്. O2 മോളിക്കുലർ മാസ് അങ്ങനെയാണെങ്കിൽ 16 ഗുണിക്കണം 2 ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 32 ആയിരിക്കും O2 മോളിക്കുലർ മാസ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ കാർബൺ നിങ്ങൾക്ക് അറിയാം 12, ഓക്സിജൻ 2 × 16, അപ്പൊ ചിത കിട്ടുന്ന വാല്യൂ 44. ഇനി നിങ്ങൾക്ക് C6H12O6 കണ്ടുപിടിക്കണേരിക്കുക. കാർബൺ എത്രയാ? 12 അല്ലേ. 12 × 6 പ്ലസ് 12 × 1, 12 ഹൈഡ്രജൻ ഉണ്ട്. റൈറ്റ്? നെക്സ്റ്റ് 6 × that is plus 6 × 16, 16, 6 ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇത് മൊത്തം ചെയ്താൽ കിട്ടുന്ന ആൻസർ 180 ആയിരിക്കും. ഇപ്പൊ 12 × 6 മീൻസ് ഒരു കാർബണിന്റെ 12, അങ്ങനത്തെ 6 ആണ്. 12 × 6. ഒരു ഹൈഡ്രജന്റെ എത്രയാ? 1, ദാറ്റ് ഇസ് 12 × 1, 12 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 6 × 16 ചെയ്താകുമ്പോൾ വിൽ ഗെറ്റ് ആൻ ആൻസർ 180 ആയിരിക്കും. ഇതാണ് മോളിക്കുലർ മാസ്. അങ്ങനെയാണെങ്കിൽ ഒരാൾ കാര്യം പറയുകയാണേ, 18 ഗ്രാം H2 എന്ന് പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞേക്ക് 18 ആണ് H2O മോളിക്കുലർ മാസ്. അങ്ങനെയാകുമ്പോൾ ഈ മോളിക്കുലർ മാസ് ഞാൻ ഇപ്പം ഗ്രാമിലൂടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എനിക്ക് പറയാം 18 ഗ്രാം H2O 1 GMM എന്ന് പറയാം. നേരത്തെ അറ്റോമിക് മാസിന് തുല്യമായ പദാർത്ഥത്തിനെ 1 GaM ഞാൻ പറഞ്ഞേ, പക്ഷെ ഇത് ആറ്റമല്ല മോളിക്കൂള, അതുകൊണ്ട് 1 GMM. അപ്പൊ ചോദിക്കട്ടെ, 1 GMM O2 എന്ന് പറഞ്ഞാൽ O എന്ന് പറയരുതേ, കാരണം O ആറ്റമാണ്, O2 മോളിക്കൂള. 1 GMM O2 is nothing but 32 ഗ്രാം ആയിരിക്കും. 1 GMM ആര്? N2 ഈക്വൽ ടു എത്ര ഗ്രാം ആയിരിക്കും? 28 ഗ്രാം ആയിരിക്കും. N2 എന്നേ പറയാം. ഒരാൾ പറഞ്ഞു 1 GMM O എന്ന് പറയാ. തെറ്റാ. O എന്ന് പറഞ്ഞ സാധനം ആറ്റ. പക്ഷെ നിങ്ങൾ പറയുന്നത് GMMന്റെ ഫുൾ ഫോം ഗ്രാം മോളിക്കുലർ മാസാ. റെഡി? അങ്ങനെയാകുമ്പോൾ മോളിക്കുലർ മാസാ, മോളിക്കുൾ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ദാറ്റ് ഈസ് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിനെ എനിക്ക് പറയാം 1 GMM കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എത്രയോടെ ഉണ്ടാവുക? ഇസ് ഈക്വൽ ടു 2 GMM കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. 44 ഒന്നാണെങ്കിൽ 88 2 GMM ആയിരിക്കും. ഇതാണ് GMM. നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, പക്ഷേ നേരത്തെ ആറ്റങ്ങളുടെ കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ആരുടെ കേസിൽ അപ്ലൈ ചെയ്യാം? മോളിക്കൂളിന്റെ കേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. റൈറ്റ്? കാര്യം ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഗ്രാം ഹൈഡ്രജൻ 2 ഗ്രാം ആണ്, H2 ആണ്. ആറ്റമാണോ മോളിക്കൂളാണോ? മോളിക്കൂൾ അല്ലേ. അതിനെ പറയാ 1 GMM എന്നാ പറയാ. അങ്ങനെയാണെങ്കിൽ അവിടെ ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം, 2 ഗ്രാം ഹൈഡ്രജൻ തൂക്കിയെടുക്കും നമ്മളൊരു പാത്രത്തിൽ.
അപ്പോൾ ഹൈഡ്രജൻ എങ്ങനെ ഉണ്ടാവും എന്നറിയാം. ഇതാ ഹൈഡ്രജൻ ഇങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ ഇരട്ട പിടിച്ച സാധനങ്ങളുണ്ടാവും, ഇഷ്ടം പോലെ ഇരട്ട പിടിച്ച കുറേ H2 മോളിക്യൂൾസ്. H2 മോളിക്യൂളാണ് കാണിക്കുന്നത്. ഇതൊരു ഹൈഡ്രജൻ ആറ്റം, ഇത് മറ്റൊരു ഹൈഡ്രജൻ ആറ്റം. ഇനി ഇവിടുത്തെ ഈ H2 മോളിക്യൂളിൻ്റെ എണ്ണം നമ്മളൊന്ന് തൂക്കി നോക്കുക, എണ്ണി നോക്കുക, എത്ര കിട്ടുമെന്ന് അറിയാം. H2 മോളിക്യൂളിൻ്റെ എണ്ണമാണ്. മോളിക്യൂളിൻ്റെ എണ്ണം 6.02 × 10⁻23 H2 മോളിക്യൂൾസ് ഉണ്ടാവും. Get my point? അതേപോലെ നിങ്ങൾ O2 കൊടുക്കുക, 32 ഗ്രാം. 32 ഗ്രാമിനല്ലേ ഒരു GMM എന്ന് പറയാം. അവിടെയും മോളിക്യൂൾസിനാണെന്ന് എണ്ണി നോക്കുക. ഇങ്ങനെ തന്നെ ഇരട്ട പിടിച്ച ആളുകളുണ്ടാവുക, ഐ മീൻസ് രണ്ട് ആറ്റങ്ങൾ കൂടിച്ചേർന്ന മോളിക്യൂൾ ഐറ്റം വേണ്ടത്. അവിടെയും ഈ നമ്പർ തന്നെയാണ് കിട്ടുക. റൈറ്റ്. അങ്ങനെ ആകുമ്പോൾ 28 ഗ്രാം N2 കൊടുത്തു, ഒരു GMM അല്ലേ, അവിടെയും ആ നമ്പർ തന്നെ ഉണ്ടാവുക. ഇവിടെ 64 ഗ്രാം O2 കൊടുക്കുക. 32 ഗ്രാം O2 അല്ലടോ ഒരു പിന്നെ GMM. അങ്ങനെയാകുമ്പോൾ 64 ഗ്രാം O2 ഒരു GMM ആണോ? 2 GMM ആയിരിക്കില്ലേ? 32ന്റെ ഇരട്ടിയാണ് 64. ഇറ്റ് ഈസ് എ 2 GMM ആട്ടാ. അങ്ങനെയാകുമ്പോൾ ഒരു GMM ഇത്രയും മോളിക്യൂൾസാ. അപ്പോൾ 2 GMM 2 ഗുണിക്കണം 6.02 × 10⁻23 O2 മോളിക്യൂൾസ് ഉണ്ടാവും. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരിക്കുന്നു, ഈ നമ്പർ നമ്മൾ അവഗാഡ്രോ നമ്പർ എന്ന് പറയില്ലേ. കൂടാതെ വേറൊരു പേരും കൂടി പറഞ്ഞിട്ടില്ലേനോ, ദാറ്റ് ഈസ് മോൾ എന്നും പറയും. അപ്പം എനിക്ക് പറയാം, ഒരു മോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ, ഒരു മോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ, ഒരു മോൾ മോളിക്യൂൾ അതായത് H2 മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അത് ഒരു GMM മോളിക്യൂൾസിന് ഈക്വൽ ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു GAM ആറ്റത്തിന് ഈക്വലാ. ഒരു മോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു GMM മോളിക്യൂളിന് ഈക്വൽ ആയിരിക്കും. റൈറ്റ്. അപ്പോൾ അതാണ് മോൾ കൺസെപ്റ്റ്. ഐ മീൻസ് ആ നമ്പറിനാ മോൾ എന്ന് പറയാം. അത് ഒന്നുകിൽ ഒരു GAMന് ഈക്വൽ ആയിരിക്കും, അത് ആറ്റമാണെങ്കിൽ GAMന് ഈക്വൽ ആയിരിക്കും, മോളിക്യൂൾ ആണെങ്കിൽ GMMനും ഈക്വൽ ആയിരിക്കും. റൈറ്റ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പസിലാണിത്. 28 ഗ്രാം N2 നിലനിൽക്കുന്ന ആറ്റമാണോ മോളിക്യൂളാണോ? മോളിക്യൂളായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. ദോ എനിക്ക് പറഞ്ഞൂടെ ഒരു GMM N2 ആണിത്. 28 ഗ്രാം. കാരണം N2യുടെ മോളിക്കുലർ മാസ് എത്രയാണ്? 28 ആണ്. റെഡി? ഇനി പറയുന്നു ദാറ്റ് ഈസ്, നിങ്ങൾക്കറിയാം ഇതിനെയല്ലേ നമ്മൾ പറയാം എന്തെന്ന് പറയാം, അവിടുത്തെ മോളിക്യൂൾസിന്റെ എണ്ണം 6.022 × 10⁻23 എന്തുണ്ടാവും അവിടെ? N2 മോളിക്യൂൾ ഉണ്ടാവും. ഗെറ്റ് മൈ പോയിന്റ്? ഇനി പറയട്ടെ, അങ്ങനെയാണെങ്കിൽ അതിനെയല്ലേ നമ്മൾ പറയാ ഒരു മോൾ N2 മോളിക്യൂൾ എന്നാണ് പറയാ. N2 മോളിക്യൂൾ എന്ന് പറയും. കുട്ടികൾ നമ്മൾ കാര്യം ചെയ്യാം. ഇവിടെ ഇപ്പൊ N2 മോളിക്യൂൾ അല്ലേ, ഇവിടെ ഇതാണ് N2 മോളിക്യൂൾ അല്ലേ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഒരു N2 മോളിക്യൂളിൽ 2 നൈട്രജൻ ആറ്റം ഇല്ലടോ. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും നമ്പർ ഓഫ് N2 മോളിക്യൂളിൽ, ഇത്രയും നമ്പർ ഓഫ് N2 മോളിക്യൂളിൽ നിങ്ങൾ പറ, ഒരു N2 മോളിക്യൂളിൽ 2 നൈട്രജൻ ആറ്റം ആണേ. അങ്ങനെ ആകുമ്പോൾ ഇത്രയും നമ്പർ ഓഫ് N2 മോളിക്യൂളിൽ എനിക്ക് പറഞ്ഞൂടെ ദാറ്റ് ഇസ് 2 × 6.02 × 10⁻23 N ആറ്റംസ് ഉണ്ടാവും അല്ലടോ. അങ്ങനെയാണെങ്കിൽ 14 ഗ്രാം Nനല്ലേനാണോ നമ്മൾ പറയുന്നത് എന്തെന്ന് ഒരു GAM എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 28 ഗ്രാം ആണെങ്കിൽ നൈട്രജൻ എന്ന് പറഞ്ഞാൽ 28 ഗ്രാം നൈട്രജൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് പറയാം ഇത് എത്ര GAM? 2 GAM. You get my point? 28 ഗ്രാം 2 GAM ആര്? N ആറ്റമാണേ. അതേപോലെ എനിക്ക് പറഞ്ഞൂടെ ഈ നമ്പറിനല്ലോ നമ്മൾ മോൾ എന്ന് പറയാം. അപ്പോൾ 2 മോൾ പറയണേ ഇത് N ആറ്റമാണ്. N ആറ്റമാണ്. പക്ഷെ ഒരു മോൾ N2 മോളിക്യൂളാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഒരു കാര്യം ചെയ്യും, ഈ പ്രോബ്ലം നോക്കാം. 4 ഗ്രാം H2യുടെ മോളിക്കുലർ മാസ് നിങ്ങൾ കണ്ടു, എത്രയാണ് കണ്ടിരിക്കുന്നത്? ദാറ്റ് ഈസ് 2 ആയിരുന്നു അല്ലേ. അപ്പോൾ 4 ഗ്രാം H2 എന്ന് വെച്ചാൽ എത്ര GMM? 2 GMM അല്ലേ. ഒരു GMM 2 ഗ്രാം ആയിരിക്കണം. ഇപ്പം 4 GMM. അപ്പോൾ എനിക്ക് പറയാം ഇറ്റ് ഈസ് എ 2 GMM എന്ത് മോളിക്കുളാ?
H2 മോളിക്കൂളാണ് ഇത്. റൈറ്റ്. അങ്ങനെയാകുമ്പോൾ ഒരു GMM-ലുള്ള മോളിക്യൂൾസിന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ 2 GMM-ലുള്ള മോളിക്യൂൾസിന് എത്ര ഉണ്ടാവുക? 2 × 6.022 × 10⁻23 H2 മോളിക്യൂൾസ് ഉണ്ടാവും. റെഡി? ഇനി ഇതിനെ നമ്മൾ പറഞ്ഞ പേരല്ലേ മോൾ എന്ന് പറയാ. Therefore we can say that എത്ര മോളായത്? 2 മോൾ H2 മോളിക്യൂൾസ് ആണിത്. റെഡി? ഇനി നിങ്ങൾ നോക്കുക. അതായത് ഇനി നമ്മളിതിനെ ആ H2 മോളിക്യൂളിനെ പൊട്ടിച്ച് ആറ്റമാക്കി മാറ്റുക. അങ്ങനെയാകുമ്പോൾ എൻ്റെ കയ്യിൽ 4 gram H ആറ്റംസ് ആണുള്ളത് അല്ലേ? റൈറ്റ്? കുട്ടികളെ ചോദിക്കട്ടെ, 1 gram H ആറ്റം അല്ലേ വി കോൾ ഇറ്റ് ആസ് ഒരു GAM എന്ന് പറയാം. അപ്പം 4 gram H ആറ്റം എത്ര GAM? ദാറ്റ് ഈസ് യു കെ സേ ദാറ്റ് 4 GAM H ആറ്റമാണിത്. H2 മോളിക്കൂളിനെ പൊട്ടി H ആറ്റമാക്കി മാറ്റിയാൽ 4 GAM H ആറ്റം. നിങ്ങൾ നോക്ക്, അങ്ങനെയാണെങ്കിൽ അവിടെ 4 ഗുണിക്കണം ഒരു GAM-ലുള്ള നമ്പർ നേരത്തെ പറഞ്ഞ നമ്പർ തന്നെയാണ്. 4 ഗുണിക്കണം 0.2 × 10⁻23 H ആറ്റംസ് ആണ്. ആറ്റമായിക്കെ നേരത്തെ മോളിക്കൂളാണേ. നേരത്തെ 2 ഗുണിക്കണേനു, കാരണം മോളിക്കൂളായോണ്ടാ. ഇവിടെ 4 ഗുണിക്കണം. റൈറ്റ്. ഇനി അവിടെ എത്ര മോളാ? 4 മോള് H ആറ്റമാണ് ഈ പറഞ്ഞ 4 gram H2 എന്ന് പറഞ്ഞ സംഗതി. അതിനെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് H2നെ പൊട്ടിച്ച് നമ്മൾ H ആറ്റമാക്കി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും ഇവിടെ. റൈറ്റ്? നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം റിലേഷൻ ബിറ്റ്വീൻ വോളിയം ഓഫ് ഗ്യാസ് ആൻഡ് നമ്പർ ഓഫ് മോൾസ് ആണ്. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ പാത്രത്തിൽ ഞാൻ 2 gram H2 കൊടുക്കുക. റെഡി? ഇവിടെ ഞാൻ ദാറ്റ് ഈസ് 32 gram O2 കൊടുക്കുക. ഇവിടെ 28 gram ആരോ കൊടുക്കുക? N2 കൊടുക്കുക. 2 gram H2 എന്നല്ലേ നമ്മൾ പറയാ, ഒരു GMM H2 എന്നാ പറയല്ലേ. ആ ഒരു GMM-നെ മറ്റൊരു പേര് നമ്മൾ പറയാ, ഒരു GMM-നെ 1 മോൾ H2 എന്നും പറയാം. ഒരു GMM H2 is nothing but 1 മോൾ H2 ആണ്. അങ്ങനെയാകുമ്പോൾ ഇത് 1 മോൾ O2 ആ, കാരണം 32 gram O2 ആണ് ഒരു GMM. 1 മോൾ O2 ആ. 1 മോൾ ഇതാരാണ്? N2 ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെയും മൂവാരുടെയും ടെമ്പറേച്ചറും പ്രഷറും നമ്മൾ കോൺസ്റ്റന്റ് ആക്കി എടുക്കണം. STP എടുക്കണം. STPക്ക് പറയാ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഈ മൂന്നാളുടെയും ടെമ്പറേച്ചറും പ്രഷറും, ടെമ്പറേച്ചർ ഷുഡ് ബി ഈക്വൽ ടു 273 Kelvin. ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു 0 degree Celsius ആണ്. പ്രഷർ എത്ര ATM ആണെന്ന് അറിയാം? 1 ATM. അത് ഫിക്സഡ് ആക്കി വെച്ചു. എന്നിട്ട് 1 മോൾ H2 ഇതിലും എടുത്തു, 1 മോൾ O2 ഇതിലും എടുത്തു, 1 മോൾ N2 ഇതിലും എടുത്തു. എന്നിട്ട് ഇവന്മാർ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇദ്ദേഹത്തിന്റെ വോളിയം ഷുഡ് ബി ഈക്വൽ ടു 22.4 ലിറ്റർ ആയിരിക്കണം. ഇതും 22.4 ലിറ്റർ ആയിരിക്കും, ഇതും 22.4 ലിറ്റർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്ക്, 1 മോൾ ഹൈഡ്രജന്റെയും 1 മോൾ O2ന്റെയും 1 മോൾ N2ന്റെയും 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും 1 മോൾ സൾഫർ ഡൈ ഓക്സൈഡിന്റെയും 1 മോൾ കാർബൺ മോണോക്സൈഡിന്റെയും വാട്ട് എവർ ഇറ്റ് മേ ബി 1 മോൾ ഏത് ഗ്യാസ് എടുത്താലും STP കണ്ടീഷൻ നിങ്ങൾ വെക്കുകയാണെങ്കിൽ അവന്മാരുടെ ഒക്കെ വോളിയം എത്രയായിരിക്കും എന്നറിയാം? 22.4 ലിറ്റർ ആയിരിക്കും. അപ്പൊ എനിക്ക് പറയാം ആ ഒരു വാല്യൂന് പറയുന്ന പേരാണ്, നമ്മൾ പറഞ്ഞ പേരെന്താ? മോളാർ വോളിയം എന്നാണ് പറയാം. വി കോൾ ഇറ്റ് ആസ് മോളാർ വോളിയം. റൈറ്റ്? അപ്പോൾ 1 മോൾ മോളാർ വോളിയം ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് എനി ഗ്യാസ് അറ്റ് എന്ത് കണ്ടീഷനിൽ? STP കണ്ടീഷൻ. അങ്ങനെ ചോദിക്കട്ടെ, എങ്ങനെയാണെങ്കിൽ മോളാർ വോൾ 22.4 പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ 2 മോൾ H2ന്റെ STP കണ്ടീഷനിൽ എത്രയായിരിക്കും വോളിയം എന്ന് അറിയോ നിങ്ങൾ? 1 മോളിന്റെ 22.4 ആണെങ്കിൽ 2 മോളിന്റെ 44.8 ആയിരിക്കും. ഇതിന്റെ ഇരട്ടിയായിരിക്കും. 3 മോളിന്റെ എത്രയാ ഉണ്ടാവുക? 62 സംതിങ് വാല്യൂസ് ഉണ്ടാവും. 66 സംതിങ് ഉണ്ടാവും. അതന്നെ 24 അല്ലേ? 66 സംതിങ് 67 സംതിങ് ഉണ്ടാവും. റൈറ്റ്? അങ്ങനെയാണ് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കിട്ടിയാൽ വോളിയം കാണാൻ നമ്മൾ പഠിച്ചില്ലേ? ഇതാണ് നമ്മുടെ സംഗതി. ഇപ്പം നമ്മൾ കുറേ സാധനങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്
ഞാനൊരു കോളം പറയാം, ആ കോളം നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ തറവാവും. റൈറ്റ്? ഈ ടേബിൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ചാപ്റ്റർ പഠിച്ചെന്ന് തന്നെ പറയാം. 2 ഗ്രാം H2. H2യുടെ മോളാർ മാസ് അല്ലേ 2? മോളാർ മാസാണ്. H2 മോളിക്കൂളാണ് 2. 1 GMM H2 അല്ലേ? മോളിക്കുലർ മാസിന് തുല്യമായ 1 GMM H2. അതെല്ലാം ഒരു മോള് 1 മോൾ H2. മോൾ എന്ന് വെച്ചാൽ ഡസൻ പോലത്തെ ഒരു നമ്പറാ. ഈ നമ്പർ ഇതാ, അത്രയും H2 ആരുണ്ടാവും? മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞ് 1 മോളിൻ്റെ വോളിയം എപ്പോഴും 22.4 ലിറ്റർ. എന്ത് കണ്ടീഷനിൽ? STP കണ്ടീഷനിൽ. എല്ലാം STP കണ്ടീഷനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ, മനസ്സിലാക്കുക. STP കണ്ടീഷനിൽ 22.4 ലിറ്റർ ആയിരിക്കും. ഇനി ഈ കള്ളിയിലുള്ള ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കുക. 2 മോൾ O2. റെഡി? 2 മോൾ O2. മോൾ എന്ന് പറഞ്ഞാൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാ? 6 പോയിന്റ് സംതിങ് അല്ലേ? അപ്പോൾ ഡെഫിനറ്റ്ലി 2 × 6.022 × 10⁻23 എന്ത് മോളിക്കൂളാ? O2 മോളിക്കൂൾ എന്ന് പറയാം. ഇനി നിങ്ങൾക്കറിയാം 1 മോൾ O2യുടെ വോളിയം അല്ലേ 22.4 ലിറ്റർ. ഇത് ഫിക്സഡാ. അപ്പോൾ 2 മോളിനാ ഓട്ടോമാറ്റിക്കലി 44.8 ലിറ്റർ ആയിരിക്കും. കുഴപ്പമില്ല ഇല്ല. ഇനി നോക്കണേ നിങ്ങളെടുത്തേ 1 മോൾ O2 എന്ന് പറഞ്ഞ പേരല്ലേ 1 GMM O2 എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ 2 മോൾ O2 എത്ര GMM? 2 GMM O2 ആണ്. 2 GMM O2 ആണ്. റെഡി? ഇനി നിങ്ങൾക്കറിയാം O2യുടെ മോളിക്കുലർ മാസ് 32 ഗ്രാം അല്ലേ? 32 അങ്ങനെയാണെങ്കിൽ 1 GMM 32 ഗ്രാം. അപ്പോൾ 2 GMM ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് 64 ഗ്രാം ആയിരിക്കും. ഇനി ഇവിടെ വരട്ടെ 2 GMM N2. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ കൊടുക്കാം. അത് എത്ര മോളാ? 2 മോൾ N2. നോ പ്രോബ്ലം. 2 × 6.02 × 10⁻23 N2 മോളിക്കൂളാണ്. റെഡി? വോളിയം 44.8 ലിറ്റർ ആയിരിക്കും. ഇനി ഇതിൻ്റെ 1 GMM എന്നാൽ എത്ര ഗ്രാമാ? 28 ഗ്രാം എന്നറിയാം അല്ലേ? അപ്പോൾ 2 GMM എത്രയായിരിക്കും? ഡെഫിനറ്റ്ലി 56 ഗ്രാം ആയിരിക്കും. ഇനി ഇത് മാത്രമേ നമുക്ക് അറിയുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം. 44.8 ലിറ്റർ. 44.8 ലിറ്റർ CO2 ആണ്, കാർബൺ ഡൈ ഓക്സൈഡ്. നിങ്ങൾക്കറിയാം 22.4 ലിറ്ററിനല്ലേ 1 മോൾ ഉണ്ടാവുക. അപ്പോൾ 1 മോളിനെപ്പോഴും 22.4 ലിറ്റർ. അപ്പോൾ 44.8 ലിറ്റർ മീൻസ് ഡെഫിനറ്റ്ലി എത്ര മോളാ? 2 മോൾ CO2 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ കിട്ടി 2 × 6.02 × 10⁻23 കിട്ടി. അത്രയും CO2 മോളിക്യൂൾസ്. ഇനി ഇവിടെ നോക്കുക എത്ര GMM ആയിരിക്കും? 2 GMM ആയിരിക്കും. നോ പ്രോബ്ലം. ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസാ. കാർബണ് 12, ഓക്സിജൻ 2 എണ്ണം ഉണ്ട് അല്ലേ? 16 കാട്ടി 32. ഇത് കൂട്ടിയാൽ 44 കിട്ടുക. അപ്പം 1 മോൾ എന്ന് വെച്ചാൽ 44 ഗ്രാം. അപ്പോൾ 2 മോൾ എത്രയാ? ദാറ്റ് ഈസ് 88 ഗ്രാം ആയിരിക്കും. ഇനി സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ വെരി സിമ്പിളാ. സൾഫറിൻ്റെ 32. സൾഫറിന് അറ്റോമിക് മാസ് 32 ആണേ. ഓക്സിജൻ ആകുമ്പോൾ 2 × 16 അത് 32. ഇത് കൂട്ടി എത്ര കിട്ടുമെന്ന് അറിയാം? 64. അപ്പോൾ 64 ഗ്രാം. എത്ര GMM ആടോ? 1 GMM. എത്ര മോളാ? 1 മോൾ. ഈ നമ്പറേ ഉണ്ടാവുള്ളൂ, 22.4 ഉണ്ടാവുള്ളൂ. ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ. ഓക്കെ. ഇനി ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള 2 ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് 112 ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കെപ്റ്റ് അറ്റ് STP. അതിൻ്റെ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 44 ആണ്. ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്? അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ചെയ്യുകയാണെങ്കിൽ വ്യത്യസ്ത വഴികളുണ്ട്. ഞാൻ ഒരു വഴി പറയാം. ദാറ്റ് ഈസ് ഇപ്പം 112 ലിറ്റർ എന്നല്ലേ തന്നിരിക്കുന്നത്. പക്ഷേ എത്രയോ ലിറ്റർ എത്രയോ മോളാണെന്ന കാര്യം നിങ്ങൾക്കറിയാം. ആദ്യം ഈ ലിറ്ററിനെ നിങ്ങൾ മോളാക്കി മാറ്റുക, എന്നെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും. അതായത് 22.4 ലിറ്റർ ഈസ് ഈക്വൽ ടു എത്ര മോളാ? 1 മോളാ അല്ലേ? അങ്ങനെ ആകുമ്പോൾ 1 ലിറ്റർ ഈക്വൽ ടു 1/22.4 മോളാണ്. കാരണം 1 ലിറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഇങ്ങോട്ട് താഴത്തെ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ 112 ലിറ്റർ ഈസ് ഈക്വൽ ടു യു ക്യാൻ സേ 1/22.4 ഇൻറ്റു 112 എന്ന് കൊടുക്കുക. യു വിൽ ഗെറ്റ് ദിസ് ആൻസർ ആസ് എത്ര കിട്ടുമെന്ന് അറിയാം? 5 മോളാണ് നിങ്ങൾക്ക് കിട്ടുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നിങ്ങൾക്കറിയാം 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വെയിറ്റ് ഓഫ് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾക്കറിയാം. എത്രയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ വെയിറ്റ്? 44 ഗ്രാം അല്ലടോ. അത് കാരണം GMM തുല്യമായിരിക്കണം. അപ്പോൾ 5 മോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വെയിറ്റ് എത്രയായിരിക്കും?
5 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വെയിറ്റ് 5 ഗുണിക്കണം 44 ചെയ്താൽ കിട്ടുന്ന ഉത്തരമായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ബി ക്വസ്റ്റ്യൻ അല്ലേ. ഹൗ മെനി മോളിക്യൂൾ ഈസ് പ്രസൻറ്റേറ്റ്. നിങ്ങൾക്കറിയാം ഒരു മോളിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം 6.02 × 10⁻23 ആണ്. അതായത് അബോഗാഡ്രോ നമ്പറാണ്. അപ്പോൾ 5 മോളിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾ എത്രയാണ്? അപ്പം നമ്പർ ഓഫ് മോളിക്യൂൾസ് ചെയ്യണമെങ്കിൽ 5 ഗുണിക്കണം 6.022 × 10⁻23 അടിച്ചാൽ അവിടുത്തെ മോളിക്യൂൾസിൻ്റെ എണ്ണം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ മോളിക്കുലർ മാസ് ഓഫ് അമോണിയ ഈസ് 17. ഹൗ മച്ച് ഈസ് ദ GMM ഓഫ് അമോണിയ? ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് molecules present in 170 gram ammonia. Calculate the number of ammonia molecules in the above sample. ഇതാണ് ചോദ്യം. അങ്ങനെയാകുമ്പോൾ മോളിക്കുലർ മാസ് 17 അല്ലേ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാ, വാട്ട് ഇസ് GMM ഓഫ് അമോണിയ? നിങ്ങൾക്കറിയാം മോളിക്കുലർ മാസ് ഗ്രാമിൽ പറയുമ്പോഴാണ് ഇതിനെ GMM എന്ന് പറയുക അല്ലേ. അപ്പോൾ ഒന്നാമത്തിന് ഉത്തരം വളരെ സിമ്പിളാണ്. ദാറ്റ് ഈസ് എത്ര തന്നെ 17 gram ആണ് ഇതിൻ്റെ GMM. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ഇൻ 170 gram. നിങ്ങൾ പഠിച്ചിട്ടില്ലാണോ 17 gram അമോണിയ അല്ലേ എത്ര മോള്? 1 മോൾ എന്നറിയാം. അങ്ങനെയാണെങ്കിൽ 1 gram അമോണിയ എത്ര മോളാടോ? 1/17. അപ്പം ചോദ്യം എത്ര ഗ്രാമാ? 170 gram. അങ്ങനെയാകുമ്പോൾ 1/17 × 170 അടിച്ചാൽ നമുക്ക് കിട്ടുന്ന സംഭവമല്ലേ 10 ആൻസർ കിട്ടുക. അപ്പോൾ ഇത് എത്ര മോളാ? 10 മോളാ. ഇനി അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ. ഒരു മോളിലുള്ള നമ്പർ എത്രയാണ് നിങ്ങൾക്കറിയാം? 6.02 സംതിങ്. അങ്ങനെ ആകുമ്പം 10 മോളിലുള്ള നമ്പർ എത്ര ഉണ്ടാവുക? 10 × 6.02 × 10⁻23. ഇത് ചെയ്താൽ കിട്ടുന്ന ഉത്തരമായിരിക്കും അവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഭാഗത്തിലുള്ള ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇൻ 90 gram ഓഫ് വാട്ടർ ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ്? വാട്ട് വിൽ ബി ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്? വാട്ട് വിൽ ബി ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്? ആണ് ചോദ്യം. നിങ്ങൾ ഈ മോളുമായിട്ട് സംബന്ധിച്ചിടത്തോളം ഏത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചാലും കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ GMM തുല്യമായിരിക്കും, അല്ലെങ്കിൽ 22.4 ലിറ്ററിന് തുല്യമായിരിക്കും, അല്ലെങ്കിൽ ഇത് തുല്യമായിരിക്കും, അല്ലെങ്കിൽ ഇവന്മാറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും കേട്ടോ. ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു കാര്യം ചെയ്യുക, ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാ 90 gram വാട്ടർ അല്ലേ. അപ്പം വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. വെയിറ്റ് ആകുമ്പോൾ നമുക്ക് GMM ആയിട്ടല്ലേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്കറിയാം എത്ര ഗ്രാം വാട്ടർ ഒരു മോളാണ്? 18 gram വാട്ടറിനെ പറ്റി നിങ്ങൾക്കറിയാം, കാരണം വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രാമിലേ പറയാൻ പറ്റുള്ളൂ. 18 gram വാട്ടർ എത്ര മോളാ? 1 മോളാണ് മനസ്സിലാക്കുക. അങ്ങനെയാകുമ്പോൾ അടുത്തത് 1 gram വാട്ടർ എത്ര മോളാ? ദാറ്റ് ഈസ് 1/18 മോളാണ് മനസ്സിലാക്കുക. എപ്പോൾ ജനറലായിട്ട് ഇതാണ് സ്റ്റെപ്പ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ അടുത്ത് 90 gram വാട്ടറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/18 × 90. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര മോളാണെന്നറിയോ? 5 മോളാണ്. ഇനി രണ്ടാമത്തെ അതായത് ബി ക്വസ്റ്റ്യൻ ഇതാ. ഇനി ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഹൗ മെനി മോളിക്യൂൾസ് ഉണ്ടെന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം ഒരു മോളിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം അവോഗാഡ്രോ നമ്പറാണ്. അപ്പം നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് എത്ര ആക്കി എടുക്കാം? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു നമ്മുടെ അടുത്ത് 5 മോളല്ലേ ഉള്ളത്. 5 × 6.02 × 10⁻23 H2O മോളിക്യൂൾസ് അവിടെ ഉണ്ടാവും. അതാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എയുടെ ആൻസർ. ഇനി ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് വിൽ ബി ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് എന്ത് മോളിക്കൂളാ? H2O മോളിക്കൂളാ. ഈ H2O മോളിക്കൂള് 2 H ആറ്റവും 1 O ആറ്റം അല്ലേ ഉള്ളത്. അങ്ങനെ ആകുമ്പോൾ മൊത്തം 3 ആറ്റം അല്ലേ ഒരു H2O മോളിക്കൂളിൽ ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ ഇത്രയും നമ്പർ ഓഫ് H2O മോളിക്കൂളിലുള്ള ആറ്റങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറഞ്ഞൂടെ, 3 ഗുണിക്കണം 5 ഗുണിക്കണം 6.02 × 10⁻23. അതായത് മോളിക്കൂളിൻ്റെ എണ്ണം കിട്ടിയാൽ ആറ്റങ്ങളുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫോർമുല നോക്കുക. ഫോർ എക്സാമ്പിൾ C6H6 എന്നുള്ള മോളിക്കൂൾ തരിക. അങ്ങനെയാകുമ്പോൾ 6 6 12 ആറ്റംസ് അല്ലേ ഉള്ളത്. അപ്പോൾ ആ 12 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അപ്പോൾ ഈ കേസിൽ 3 ആറ്റം ആയതുകൊണ്ട് നിങ്ങൾക്ക് 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 3 × 5 × 6. ഈ 5 മീൻസ് മോളിക്കൂളിൻ്റെ എണ്ണം ചെയ്യുമ്പോൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത സി ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദാറ്റ് ഇസ് വാട്ട് വിൽ ബി ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നിങ്ങൾക്കറിയാം H2O മോളിക്കൂളിൻ്റെ അകത്ത് H ഉണ്ട്. Hന് എത്ര ഇലക്ട്രോൺസ് ആണ്? 1 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 2Hന് എത്ര ഇലക്ട്രോൺസാണ്? 2 ഇലക്ട്രോൺസ്. Oയ്ക്ക് എത്ര ഇലക്ട്രോൺസ് അവിടെ ഉള്ളത്? 8 ഇലക്ട്രോൺസ്. അങ്ങനെയാകുമ്പോൾ മൊത്തം 10 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത്. അങ്ങനെയാകുമ്പോൾ ഇത്രയും മോളിക്കൂളിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് 10 × ദാറ്റ് ഈസ് 5 × 6.02 × 10⁻23 അവിടുത്തെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം. ഓക്കെ, തൽക്കാലത്തേക്ക് ഞാനിവിടെ നിർത്തുകയാണ്. ഓൾറെഡി ഇതൊരു വലിയ വീഡിയോ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ ദാറ്റ് ഈസ് 9387849592 വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും.